ആലോചിച്ചൊക്കെ ശിക്കാരി ശംഭുലെ ഗർഭിണി കഥാപാത്രം പതിപ്പിച്ച കൂടാരം അത് കണ്ടിട്ട് വന്നിട്ട് ആ സമയത്ത് തന്നെ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു തുഷ്ട ഇങ്ങനത്തെ റോളും ഇന്നും ആളുകൾ ഓർക്കുന്നുണ്ട്. നല്ലൊരു ഭാഗം ഈവൻ ഓസ്ലറിൽ തന്നെ ഒരു ഭാഗം എല്ലാവരും നല്ലത് പറഞ്ഞു. ആ സീനൊന്നും ഞാൻ കണ്ടില്ല. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് സ്വർണത്തിന്റെ വളയൊക്കെ കൊണ്ടാണ് ഞാൻ പോയത്. ഇന്നസെന്റ് അങ്കിള് സ്വർണ്ണ 2026 കാണുന്നവർ എത്ര പേർ, 2025 കാണുന്നവർ എത്ര പേർ. അതുപോലെ തന്നെയാണ് ആ സിനിമയിലെ പാട്ട്. അപ്പൊ അവര് എന്റെ ഒരു ഓഡിഷൻ എടുത്തപ്പോ ഓൺ ദ സ്പോട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളായിട്ട്, ദേഷ്യപ്പെടുന്ന ഒരു അമ്മയായിട്ടത്. അപ്പൊ ആ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ഞാൻ അടിക്കാൻ പോയിട്ട് അങ്ങനെ ഒരു പേടിച്ചു പോയി, ശരിക്കും ചേച്ചി അടിക്കാൻ. ഹായ്, ഹലോ, നമസ്കാരം, ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് രണ്ടുപേരും കൂടിയിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കുന്നത്. നമ്മുടെ ഒപ്പം ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ഗസ്റ്റ് ആരാണെന്ന് പറഞ്ഞാൽ, ആരാണ് നമ്മുടെ ഗസ്റ്റ്? മായാബാബാണ്. അതെ, മായാബാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടനവധി മലയാള സിനിമകളിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ചൊരു വ്യക്തിയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം. ആദ്യമേ തന്നെ അതായത് മാം ഒരു ഹൗസ് വൈഫ് ആയിട്ടിരുന്നപ്പോ ആണ് മാമും മാമിന്റെ ഹസ്ബൻഡും കൂടി ഒരു മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആ മോഡലിംഗിന് ഒരു ഫോട്ടോ കണ്ടിട്ടാണ് നമ്മൾ സത്യനന്ദിക്കാട് സാറ് വിളിച്ചത് വീട്ടിലേക്ക്. അത് നമുക്ക് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന 2002 ഒരു മൂവിയുടെ തുടക്കമായിരുന്നു. നെടുമുടി വേണു സാറിന്റെ മകളായിട്ട് നമ്മളൊരു പ്ലെയിൻ ക്രാഷിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സൗന്ദര്യ മാമിന്റെ പെങ്ങളായിട്ടുമാണ് മാമിനൊരു അഭിനയിക്കാനായിട്ട് ആദ്യമായിട്ട് അവസരം കിട്ടിയത്. ആ ഒരു മൊമെന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇത് ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരുപാട് ഇന്റർവ്യൂകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് നമ്മളുടെ ഒരു നല്ല മൊമെന്റ് ആയതുകൊണ്ട്, അതായത് എന്റെ മനസ്സിൽ സത്യം പറയിച്ചാൽ സിനിമ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പൊ ഒരു ആർട്ടിസ്റ്റാണ്, ഒരു നർത്തകിയാണെങ്കിൽ എല്ലാവരുടെയും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന സിനിമയായിരിക്കും. കാരണം അന്നത്തെ കാലത്ത് കലാതിലയങ്ങളെയാണ് സിനിമയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നത്. അക്കാലത്ത് പോലും ഈ പറയുന്ന കുടുംബത്തിന്റെ പശ്ചാത്തലം വളരെ സാധാരണ ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുന്നതായതുകൊണ്ടും ഞങ്ങളുടെ കുടുംബത്തില് ഞാൻ മാത്രമേ കലാകാരിയായിട്ട് ഇപ്പോ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ബാക്ക് സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസോ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് സിനിമ എൻ്റെ പ്രൊഫഷൻ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ പറയും, അതുകൊണ്ടാണ് ഞാൻ പല ഇന്റർവ്യൂകളിലും പറയാറുണ്ട്, ഞാൻ പൂർവ്വജന്മത്തിൽ വിശ്വസിക്കുന്നു എന്ന്. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ നിയോഗിക്കപ്പെടും. അത് എപ്പോഴും പൂർവ്വജന്മത്തിന്റെ ബാക്കി സംഭവിക്കാൻ നമ്മുടെ ഈ ജന്മത്തിന്റെ പകുതിയിലാണ്. ഐ മീൻ തുടക്കത്തിലായിരിക്കില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാക്ടിക്കലായിട്ട് അത് വന്നു ഭവിച്ചു. കാരണം ആ സമയത്ത് എനിക്ക് കുടുംബത്തിനോട് കൂടി ചേർന്ന് ഭയങ്കര ഇത്ര ഇൻട്രോവേർട്ടാണ്, കലാകാരിയാണെന്നല്ല, ആംബിവേർട്ട് എന്ന് പറയാം. അതായത് നമ്മള് ഓൺ സ്ക്രീൻ മാത്രം എക്സ്ട്രോവേർട്ട് ആയിട്ടും ബാക്കി അല്ലെങ്കിൽ കൂടുതൽ എഴുത്തുകളാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, സംസാരിക്കുമ്പോൾ ഞാൻ അധികം സംസാരമല്ല, എഴുത്തുകളാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ എനിക്ക് ഉള്ളിൽ ഒരുപാട് ഓവർ തിങ്കറാണ്. കുറച്ച് ഈ വായനകളുടെ ഒക്കെ ഉള്ളതുകൊണ്ട്, ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് എഴുത്തിനോടാണ് കൂടുതൽ ഇത് ശക്തി. ആളുകളോട് സംസാരിക്കുമ്പോൾ ആ സെയിം വൈബ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടാതെയോ. അപ്പോ നമ്മള് അങ്ങനെ ഒരു സാധാരണ കുടുംബിനിയായിട്ട് ജീവിച്ചു പോവാൻ ആഗ്രഹിച്ചു തന്നെയാണ് ഞാൻ വന്നത്. നൃത്തം വീട്ടില് എല്ലാവരും പ്രോത്സാഹിപ്പിച്ചിരുന്നു. അത് ഹസ്ബൻഡും കലാകാരനായതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്നിടത്തല്ല നമ്മുടെ വിധികളൊന്നും വന്ന് നിൽക്കുന്നത്. അത് നമ്മൾ എത്രമാത്രം നമ്മള് ഈ തുടങ്ങുന്നുവോ ആ തുടങ്ങുന്ന പോലെ ആയിരിക്കില്ല അവസാനിപ്പിക്കുന്നത്. അതെ അതെ അതെ, ഇതൊന്നും നമ്മുടെ കയ്യിലല്ലാന്ന് ഒരു സ്പിരിച്വൽ പാത്തിൽ കൂടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന എനിക്കറിയാം. നൃത്തം എപ്പോഴും ഉണ്ട്. അത് പഠിച്ചിട്ടല്ല കേട്ടോ, ഗുരു എന്നെ തല്ലും. കാരണം ഒരു മാസം ഞാൻ ക്ലാസിക്കൽ നൃത്തം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പഠിച്ചിട്ടുള്ളൂ. അദ്ദേഹം വളരെ മഹാനായിട്ടുള്ള മനു മാഷ് എന്ന് പ്രശസ്തനായിട്ടുള്ള ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള
എന്താ പറയാ, ഇനിയും കേരളവും ഇന്ത്യയും തിരിച്ചറിയാത്ത അത്രയും നല്ലൊരു കലാകാരനാണ്. പോരാ, അദ്ദേഹത്തിനെ കണ്ടെത്തിയത് പോരാന്ന് പറയാം. മനു മാഷ് ഇപ്പൊ ഈയിടെ നവ്യൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് പഠിച്ചിരുന്നു. അപ്പോ അത്രയും നല്ലൊരു ഗുരുവിനെ കിട്ടിയിട്ടും നമ്മളുടെ ഭാഗ്യം ഇങ്ങനെ എന്ന് പറയില്ലേ, ഇവിടെ വരെ എത്തിയിട്ട് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. എന്ത് കാര്യത്തിന് എന്റെ വരെ എത്തും, അത് കഴിഞ്ഞ് അത് എങ്ങനെയെങ്കിലും അത് മുടങ്ങി, അല്ലെങ്കിൽ അത് വഴി മാറിപ്പോയി. പക്ഷെ ഞാൻ അതും ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിട്ടാണ് എടുക്കുന്നത്. കാരണം നമ്മൾക്കറിയില്ല നമ്മൾ അങ്ങോട്ട് അങ്ങനെ നേരെ പോയാൽ എവിടെ എത്തുമെന്ന്. പക്ഷെ അതറിയുന്ന ഒരാളെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഒരു ഹയർ പവറിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോ അതിനെ ഞാൻ കൃഷ്ണൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോ ആ കൃഷ്ണൻ കർമ്മയോഗിയാണ്. ഹി ബിലീവ് ഇൻ ഡൂയിങ് തിങ്സ്. അപ്പോ നമ്മൾ പ്രവർത്തിക്കാതിരുന്ന് ഫലം കിട്ടുന്നു വിചാരിക്കരുത്. നമ്മൾ പ്രവർത്തിക്കണം, നമ്മൾ നേരായ വഴിക്ക് പ്രവർത്തിക്കണം, എന്നിട്ട് കിട്ടുന്നത് മതിയെന്ന്. അതേ നിലനിൽക്കുള്ളൂ എന്നുള്ളതാണ് സങ്കല്പം. അപ്പൊ ഇതൊക്കെ പറഞ്ഞു വന്നത്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങള് ആഡ് ഫിലിംസ് ചെയ്തിരുന്നു. അപ്പൊ അതിന് കാരണം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന, ബഹുമാനത്തോടെ എപ്പോഴും ഓർക്കുന്ന, ഇപ്പൊ നിങ്ങൾ എന്നെ ഈ ഇന്റർവ്യൂവിന് വിളിക്കാൻ കാരണമായിട്ടുള്ള സ്വാമിയേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ തിരൂരുള്ള മോഡലിംഗ് ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹം അതിന്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു, യാത്രക്കാരുടെ ശ്രദ്ധയുടെ. അപ്പൊ അങ്ങനെയാണ് നൃത്തത്തിന്റെ ഒരു ഫോട്ടോ നിന്നാണ് ഞാൻ സെലക്ടഡ് ആവുന്നത്. നൃത്തം എന്ന് പറഞ്ഞാൽ വീട്ടില് നമ്മൾ സാധാരണ ചുരിദാറിട്ട് നിന്നിട്ട് ഒരു പോസ് ചെയ്ത് എടുത്തുകൊണ്ട് പോയതാണ്. അപ്പൊ എന്തിനാ എടുത്തുകൊണ്ട് പോയി, ഇന്നത്തെ കുട്ടികളുടെ പോലെ ഒന്നും അറിയില്ല എന്തിനാ. അപ്പൊ വല്ല ആഡ് സ്റ്റിൽസിനായിരിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കണേ. പക്ഷെ എനിക്ക് കോൾ വന്നത് സത്യൻ സാറിന്റെയാണ്. ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു. അപ്പൊ അങ്ങോട്ട് ഫോൺ ചെയ്ത്, എന്റെ വീട്ടിൽ വിളിച്ചപ്പോ ഞാൻ അവിടെയാണെന്ന് പറഞ്ഞപ്പോ അവിടേക്ക് വിളിച്ച് നേരിട്ട്, അപ്പോഴും എപ്പോഴും പറയുന്ന, ഇത് ഒരുപാട് ഇന്റർവ്യൂകൾ പറഞ്ഞു കഴിഞ്ഞതാണ്, പക്ഷെ നിങ്ങളുടെ ചാനലിൽ ഇത് ആദ്യമായതുകൊണ്ട് പറയണമെന്നുള്ളൂ കേട്ടോ. ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ബോറടിക്കുണ്ടാവും. പക്ഷെ അങ്ങോട്ട് വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചത് ഹസ്ബൻഡ് ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മളെ കളിയാക്കാനാണ്. സത്യൻ സാർ എന്നെ വിളിക്കണത്, ഞാൻ ആരായിട്ടാ? അല്ല, അതല്ലേ നമ്മുടെ ഫാമിലിയിൽ ആരും ഇല്ല. ആക്ടേഴ്സോ കലാകാരന്മാരോ എല്ലാവരും ടീച്ചേഴ്സും അഡ്വക്കേറ്റ്സും ജേർണലിസ്റ്റും, അങ്ങനെ പ്രൊഫഷണൽ വേയിലാണ്. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫഷൻ ആരും അന്ന് വരെ ഇല്ല. അപ്പൊ ഗൈഡൻസ് ഇല്ല, നമുക്ക് ഒന്നുമില്ല, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. സത്യൻ സാർ എന്നെ വിളിക്കാൻ പോലെ. പക്ഷെ രണ്ടാമത് ഞാൻ സത്യൻ എന്ന് പറയുമ്പോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ചാനലിലൊക്കെ ഇന്റർവ്യൂ കേട്ടിട്ടുണ്ടല്ലോ അന്നും. അപ്പൊ സൗണ്ട് ഭയങ്കര, അങ്ങനെ വന്ന് ഇങ്ങനെയാണ് കാര്യം. കോയമ്പത്തൂർ നേരിട്ട് ഫസ്റ്റ് ഷോട്ട് അവിടെ ആയിരിക്കും. ഞങ്ങൾ ആ സമയത്ത് ഓണക്കാലത്തൊരു ഫാമിലി ട്രിപ്പ് പോവായിരുന്നു എല്ലാവരും കൂടി. ഹസ്ബൻഡ് ഫ്രണ്ട്സ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു കൊടൈക്കനാല്, ഊട്ടി. അവിടെ നിന്ന് നല്ല ടാനൊക്കെ അടിച്ചാണ് നേരിട്ട് ഇവിടേക്ക് എത്തുന്നത്. പക്ഷെ ആ ഫസ്റ്റ് സിനിമയാന്ന് ആലോചിക്കണം. മാത്രമല്ല, ശരിയാണ്, അതില് ശ്രദ്ധിക്കപ്പെടുന്ന ചെറിയ വേഷമാണെങ്കിലും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വേഷങ്ങളും ചെറിയ വേഷങ്ങൾ തന്നെയാണ്. അല്ലാണ്ട് ഓൾ ത്രൂ ഒക്കെ വളരെ റെയർ ആയിട്ട് 1, 2, 3 ഒക്കെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. എന്നിരുന്നാൽ പോലും ഇന്നും ആളുകൾ ഓർക്കുന്നുണ്ടെന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. കാരണം അത് നമ്മുടെ കയ്യിലല്ല, അത് ഒരു ബ്ലെസ്സിങ് തന്നെയാണ്, നമ്മുടെ കയ്യിലേ അല്ല. കാരണം നമ്മൾ ചെയ്യണു, എന്ത് ചെയ്താലും എത്രയോ നായികമാരെ മറന്നു പോണു, എത്രയോ നായകന്മാരെ ആൾക്കാർ മറന്നു പോണു. പക്ഷെ 6 വർഷമായി ഞാൻ അത്ര ആക്റ്റീവ് അല്ല ഇപ്പോഴും. കാരണം എന്റെ അമ്മയുടെ അസുഖം, അങ്ങനെ അമ്മ മരിച്ചു, അങ്ങനെ കുറെ കാര്യങ്ങൾ കാരണം. പിന്നെ ചില നമ്മൾ പറയുമല്ലോ പൊളിറ്റിക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാരണം വളരെ കുറച്ച് സിനിമകളെ ഞാൻ ചെയ്യണുള്ളൂ. ഇപ്പൊ ലാസ്റ്റ് ചെയ്ത ഒരു സീരിയലാണ് ഏഷ്യാനെറ്റില്, ജാനകിയുടെ അഭിയുടെയും വീട് എന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരാളെ എത്ര പേരെ ഇന്റർവ്യൂവിന് വിളിക്കണം. ഞാൻ നിരുത്സാഹപ്പെടുത്തല്ലേ ചെയ്തത്. ഞാൻ വിളിച്ചപ്പോ എന്താ പറയാ, ഞാൻ എന്തു പറയാനാണ് പുതിയതായിട്ട്, ഒരു പുതിയ വർക്ക് വരട്ടെ, പുതിയ സിനിമ ചെയ്യട്ടെ. കാരണം ഒരു ആർട്ടിസ്റ്റിന്റെ മനസ്സിൽ പുതിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയാൻ പുതിയതായിട്ട് വേണം. അല്ലെങ്കിൽ ഈ സെയിം സ്റ്റോറി ഈസ് റിപ്പീറ്റിംഗ് വൺ ആഫ്റ്റർ അനദർ. അപ്പോ അതിലൊരു ത്രില്ല് എനിക്കും ഇല്ല, നിങ്ങൾക്കും ഇല്ല, കേൾക്കുന്ന പ്രേക്ഷകർക്ക് ബോറടിച്ചു പോലെ. പക്ഷേ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ, the viewers, the audience. കാരണം അവരിപ്പോ കണ്ടാലും നമ്മളെ ഓർക്കണുണ്ട്, കഥാപാത്രം വരെ എടുത്ത് പറഞ്ഞ് ഓർക്കണം. അത്ര ആലോചിച്ചൊക്കെ ശിക്കാരി ശംഭുലെ ഗർഭിണി കഥാപാത്രം അത് കണ്ടിട്ട് വന്നിട്ട് ആ സമയത്ത് തന്നെ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു, തുഷ്ട ഇങ്ങനത്തെ റോളൊന്നും ചെറിഞ്ഞ. ഞാൻ എന്ത് ചെയ്തു, സങ്കടം വന്നു, ഇത്രയും ഒരു പാവത്തിനെ കത്തിച്ചു വന്നപ്പോ.
എത്ര ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, അതായത് ഒരു പറയാൻ മാത്രമുള്ള സ്ക്രീൻ സ്പേസ് പോലും ഇല്ലാത്തൊരു കഥാപാത്രം. പക്ഷെ അതുപോലും അവർക്ക് അത് എനിക്ക് വേറെ ഒരു അവാർഡും അല്ല. ഇപ്പൊ ആ ഒരു സോങ്ങിനെ കുറിച്ച് പറഞ്ഞു, ചിക്കാരി ശംഭുവിലെ ആ ഒരു പാട്ട് മാം തിയേറ്ററിൽ പോയിട്ടായിരിക്കുമല്ലോ കണ്ടിട്ടുള്ളത്. ആ ഒരു പാട്ടിന് ഇത്രയും ഇമ്പാക്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ ആ പാട്ട് ശരിക്കും പാട്ട് നല്ല പാട്ടായിരുന്നു. അതെ 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 അതെ, നല്ല പാട്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ നല്ലതായിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ ഈ സീനൊക്കെ ഉണ്ടാവുമെന്ന് പോലും നമ്മൾ വിചാരിക്കില്ല. എപ്പോഴും നമ്മൾ ഈ 2 days 3 days ഒക്കെ ഷൂട്ട് വരുന്ന സിനിമ ഞാൻ പ്രതീക്ഷിക്കാറില്ല. കാരണം നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് പോകാൻ വഴിയുണ്ട്. കാരണം അങ്ങനെ നല്ലൊരു ഭാഗം ഈവൻ ഓസ്ലറിൽ തന്നെ ഒരു ഭാഗം എല്ലാവരും നല്ലത് പറഞ്ഞത്, ഡയറക്ടർ ആയാലും മിഥുൻ മാനുവൽ ആയാലും നമ്മുടെ അതിലത്തെ പ്രശസ്തനായിട്ടുള്ള ഛായാഗ്രാഹകൻ, അദ്ദേഹത്തിന്റെ പേരെന്താണ്, ആ ഒരു സ്ഥലപ്പേരോടുകൂടിയാണ് അത്, മമ്മൂക്കയുടെ ഫേവറേറ്റ് സിനിമാറ്റോഗ്രാഫറാണ്. അദ്ദേഹമൊക്കെ പറഞ്ഞു, മാം എന്തൊരു ഇമോഷണൽ ആയിട്ടാ ചെയ്തത്, നാച്ചുറൽ ആയിട്ടാ ചെയ്തത്. ആ കിടക്കണ കുട്ടി വരെ പറഞ്ഞു, മൈ ഗോഡ് എനിക്ക് ശരിക്കും സങ്കടം വന്നു. അങ്ങനെ ആ സീനൊന്നും ഞാൻ കണ്ടില്ല. അപ്പൊ ഞാൻ അത്തരം ഈ കുറച്ച് ദിവസങ്ങൾ മാത്രം ഷൂട്ടുള്ള സീനുകള് പ്രതീക്ഷിക്കാറേ ഇല്ല. പോകുമ്പോ വന്നാ വന്നു എന്ന് പറയാൻ വിചാരിച്ചിട്ടായിരിക്കുള്ളൂ. പക്ഷെ ഇത് ഓൺ സ്ക്രീൻ കണ്ടപ്പോ കണ്ണീര് വന്നു. കാരണം അത്രയും എത്ര ചെറുതാണോ ആ പാട്ടിന്റെ ഇമ്പാക്റ്റും ആ ഇമോഷണൽ ഡ്രാമയും എല്ലാം കൂടി ഇപ്പൊ അത് സൂപ്പറായി. എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ എന്നെ ഈ വേഷത്തിൽ കാണാത്ത ആൾക്കാരെ എന്നെ അറിഞ്ഞിരുന്നില്ല. സീരിയലിന് ശേഷമാണ് പല മനുഷ്യരും എന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. കാരണം അവര് എന്നെ നിറയിട്ട വിംഗിൾസുള്ള കഥാപാത്രം മാത്രമേ റിയൽ രൂപ സംസാരം ഒന്നും കിട്ടില്ല. അപ്പോ ഈ അടുത്തിരിക്കണവരുടെ ഒക്കെ റിംഗ് ടോൺ പലരുടെ ഫേവറേറ്റ് ലിസ്റ്റും കൂടിയാണല്ലോ. സന്തോഷം എന്ന് പറയുന്നത് അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ദൈവം പ്രവർത്തിക്കുക. എത്ര കിട്ടി എന്നുള്ളതിൽ നിന്ന് ആ നിൽക്കുന്ന പൊസിഷനിൽ മനുഷ്യരെ തിരിച്ചറിയണം. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ എന്നും നിങ്ങളെ ഓരോരുത്തരോടും ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. അതിനേക്കാൾ കൂടുതൽ എന്റെ കണ്ണനോട്. ഇപ്പൊ പറയുകയാണെങ്കിൽ മാം 2002 സത്യൻ സാറിന്റെ കൂടെയാണ് ആദ്യമായിട്ടൊരു സിനിമ ചെയ്തത്. ആ ഒരു ക്രൂ എന്ന് പറഞ്ഞാല് വളരെ വലിയൊരു ക്രൂ ആണ്. തുടക്കം തന്നെ അത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ അഭിനയിക്കുക അല്ലെങ്കിൽ അതിലൊരു ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ അതില് നമ്മുടെ ജയറാമേട്ടനുണ്ട്, അതോടൊപ്പം തന്നെ ലെജൻഡ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കാം. അതില് ലെജൻഡ് ആയിട്ട് എന്റെ നാട്ടുകാരനായ ഇന്നസെന്റ് അങ്കിള് അതിലുണ്ടല്ലോ. അപ്പൊ ഇന്നസെന്റിന്റെ അങ്കിളിന്റെ അടുത്താണ് ഞാൻ മേക്കപ്പ് ചെയ്യാനിരിക്കണത്. അപ്പൊ ആളെല്ലാം ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ. ആള് തമാശക്കാരനോട് ഭയങ്കര വിറ്റിയാണ്. ഭയങ്കര ഈ ബുദ്ധിയുള്ളവർക്കാണ് പെട്ടെന്ന് എന്താ പറയുക ഓൺ ദ സ്പോട്ട് തമാശ പറയാൻ പറ്റുക. അപ്പൊ ഞാനിങ്ങനെ എനിക്കറിയില്ലല്ലോ, ഞാൻ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യണു, എനിക്ക് സിനിമ എന്താണെന്ന് അറിയില്ല, ഇതിന്റെ യാതൊരു പ്രൊസീജിയേഴ്സും അറിയില്ല. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് സ്വർണത്തിന്റെ വളയൊക്കെ കൊണ്ടാണ് ഞാൻ പോയത്. കാരണം ഇത് കല്യാണത്തിന്റെ ഒരു സീനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലായിടത്ത് കെട്ടിപ്പറക്കി പോയി. എന്നാൽ നമ്മൾക്കൊരു അത് സൂക്ഷിച്ചു വെക്കാൻ ഒരു സ്ത്രീയൊന്നുമില്ല. കൂടെ വന്നിരിക്കുന്നത് ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് വേറെ ദിക്കില മേക്കപ്പ് ചെയ്യണത്. അപ്പൊ നമ്മൾ തന്നെ വേണത് നോക്കാൻ. അപ്പൊ ഞാനിത് എടുത്തിടുന്നു, അത് കഴിഞ്ഞ് ഊരിക. അപ്പൊ സ്വർണ്ണ എന്നോട് അതെ നീ എന്തുട്ടി കാട്ടണേ? ഞാൻ ചോദിച്ചു എന്തേ? ലൊക്കേഷനിലിരിക്കുന്നു സ്വർണം കൊണ്ടില്ലട്ടാ. ആളുകൾ ഒന്നാമത് നമ്മൾ മനുഷ്യരെ തെറ്റിദ്ധരിക്കും. ചിലപ്പോ നമ്മൾ തമ്മിലുള്ള ബന്ധമില്ലാതെ, അതായത് അവരായിരിക്കില്ല എടുത്തത്, പക്ഷെ നമ്മൾ ചിലപ്പോ അടുത്തിരിക്കുന്ന ആളെ സംശയിച്ചാലോ, നീ ഇപ്പൊ ഞാനാണ് അടുത്തിരിക്കണത്, എങ്ങാനത് പോയാലേ ഞാൻ അങ്ങനെയൊന്നും ഞാൻ സംശയിക്കില്ല. അല്ലല്ല ഇനി കൊണ്ടുവരരുത് കേട്ടോ, ഈ ലൊക്കേഷൻ ഷൂട്ടിങ്ങിന് ഒരിക്കലും ഗോൾഡ് ഒറിജിനൽ സാധനങ്ങൾ കൊണ്ടുവരരുത്. ഇവര് പ്രൊവൈഡ് ചെയ്യും, സിനിമയിൽ ഇവര് പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെ സീരിയലിലെ ആവശ്യമുള്ളൂ, അന്നേ അങ്ങർക്ക് അറിയാത്. ഇപ്പൊ ഇത് ആവശ്യമുള്ളൂ, ഇത് സിനിമയിൽ അവര് പ്രൊവൈഡ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ സാധനങ്ങളെ കൊണ്ടുവരാൻ പാടുള്ളൂ. അങ്ങനെ ഒരു പാഠം ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്കൊരു ലെസൺ. അത് ഞാൻ ഇന്നും നന്ദിയോടുകൂടി ഓർക്കണം. ഞാൻ ആള് ഹാസ്യമല്ല, ശരിക്കും വിറ്റാണത്. അതായത് അതിലൊരു മെസ്സേജ് ഉണ്ടാവും, അതിലൊരു കാര്യമുണ്ടാവും. ശരിയല്ലേ? നമ്മളിപ്പോ സ്വർണം നല്ല വിലപിടിപ്പുള്ള സാധനമല്ലേ, ഇത് കൊണ്ടുപോയി നമ്മൾ വെച്ചു, നമ്മൾ ഊരി വെക്കുകയാണ് സാധാരണ പോലെ. കാരണം അടുത്ത സീനിൽ വേറെ ഇരിക്കണ്ടേ. അപ്പൊ ഇത് ഊരി വെച്ച് എങ്ങാനും അത് മിസ്സായാൽ ആരെയും വേണമെങ്കിൽ സംശയിക്കാം. അവിടെയുള്ള ചിലപ്പോ ആരും എടുത്തിട്ടുണ്ടാവില്ല, അത് എവിടെയെങ്കിലും മിസ്സായി പോയതായിരിക്കും. എന്തിനു മനുഷ്യൻ തമ്മിലുള്ള ബന്ധം നശിപ്പിക്കണം? അപ്പൊ അത്രയും നല്ലൊരു
മെസ്സേജ് അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. അതെ, അതേപോലെ തന്നെ ആ സിനിമ ഇപ്പോഴും ഞാനിപ്പോ കുറച്ച് മുന്നേ ആ ഒരു സിനിമ യൂട്യൂബിൽ എടുത്ത് നോക്കിയ ടൈമില് അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റ് ആണ് 2026 കാണുന്നവർ എത്ര പേർ, 2025 കാണുന്നവർ എത്ര പേർ. അതുപോലെ തന്നെയാണ് ആ സിനിമയിലെ പാട്ടുകൾ ഇപ്പോഴും. അതായത് 90s കിഡ്സിനും 2K കിഡ്സിനും ഒരേപോലെ ഇഷ്ടമുള്ള പാട്ടുകളാണ്. വട്ടയിലെ പന്തലിട്ട് എന്താ വെച്ചാലേ ജയചന്ദ്രൻ അങ്കിള്, ജയക്കുട്ടൻ അങ്കിൾ എന്ന് ഞങ്ങൾ വിളിക്കുക. പാലിയത്തെ ജയക്കുട്ടൻ അങ്കിള് ഇരിങ്ങാലക്കുടക്കാരൻ തന്നെ. അതായത് ഇരിങ്ങാലക്കുടയിലാണ് അദ്ദേഹത്തിന്റെ വളർച്ചകൾ ഉണ്ടായിക്കണത്. പിന്നീടാണ് തൃശ്ശൂർക്ക് മാറിയത്. ആദ്യം എറണാകുളത്ത് ജനിച്ചു, ഇരിങ്ങാലക്കുടയിൽ വളർന്നു. അപ്പൊ ഞങ്ങള് പോകുമ്പോ അമ്പലത്തിന്റെ അടുത്താണ് ഇദ്ദേഹത്തിന്റെ വീട്. ഇങ്ങനെ തറവാട്ടിൽ ഇങ്ങനെ ചാരികസേരയിൽ ഇരിക്കും. അപ്പൊ നമ്മള് കുട്ടികള് ആ പാട്ട് പാടുന്ന ജയക്കുട്ടനങ്ങളുടെ വീട്. അങ്ങനെ എല്ലാവർക്കും അറിയാം. അമ്മയ്ക്ക് ടീച്ചറായതുകൊണ്ട് ഇവർക്കൊക്കെ അറിയാം. പക്ഷെ നമ്മൾ കുട്ടികൾക്ക് അങ്ങനെ വലിയവരുമായിട്ട് അടുക്കാനുള്ള ധൈര്യം ഇല്ലല്ലോ. ഇന്നത്തെ പിള്ളേരല്ല അന്നത്തെ പിള്ളേര്. അന്ന് ഇത്തിരി ബഹുമാനവും അകൽച്ചയും മുതിർന്നവരോടുള്ളൊരു അതെ 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 പേടിയാണ് അതൊക്കെ. അപ്പൊ നമ്മളുടെ ആ ഒരു ഓർമ്മ നല്ലൊരു ആ ചാരുകസേലയിരിക്കുന്ന സ്വർണ്ണ നിറത്തില് ഭയങ്കര സുന്ദരനായിരുന്നു. അത് നല്ല നിറം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ മാലയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കണ ഒരു ഓർമ്മയുണ്ട് എനിക്ക്. അപ്പോ എന്താ പറയാ, ഞങ്ങളുടെ നാഷണൽ സ്കൂളിൽ തന്നെയാണ്. അതായത് എൻ്റെ അമ്മാവന്റെ സ്കൂളില് ഞാനും ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. കാരണം പെൺപിള്ളേരുടെ ബാച്ച് തുടങ്ങിയപ്പോ എന്നെ പിടിച്ച് ബലി കൊടുത്തു അവിടെ. എനിക്ക് കോൺവെന്റിൽ പഠിക്കാനായിരുന്നു ഇഷ്ടം. കാരണം കോൺവെന്റിലാണെങ്കിൽ ഈ കലാപരിപാടികൾക്കൊക്കെ നമുക്ക് ചാടാനുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല അവർ അത്രയും പ്രോത്സാഹിപ്പിക്കും. പിന്നെ അത് ഭാഗ്യമുണ്ടായി എനിക്ക് സെന്റ് ജോസഫ്സ് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ആ സിസ്റ്റേഴ്സിന്റെ സ്നേഹവും ആ കലാകാരികളോടുള്ള ഒരു പ്രത്യേക മമതയും അവർക്ക് വേണ്ടിയുള്ള നല്ല നല്ല ഉടുപ്പുകൾ തുന്നണതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ സംഭവമൊക്കെ അതാണ്. ഞാനും ഇതേപോലെ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചപ്പോൾ എനിക്ക് റിലേറ്റ് ആവുന്നുണ്ട്. സത്യം സത്യം, എന്തൊരു ആഘോഷമാണ് അവർക്ക്. എന്നെ 2 സിസ്റ്റേഴ്സ് അപ്പുറത്തുപ്പുറത്ത് ഇരുന്ന ഓട്ടോയിൽ കൊണ്ടുപോകും ഓരോ അവരുടെ പ്രോഗ്രാമുകൾക്കൊക്കെ. ഈ മറ്റേ എനിക്കാണെങ്കിൽ സന്തോഷം, ക്ലാസ് കട്ട് ചെയ്യാലോ. ഇവരുടെ സമ്മതത്തോടു കൂടി ക്ലാസ് കട്ടി. സാധാരണ കുട്ടികൾക്കൊന്നും ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ക്ലാസ്സിൽ പോയി ഹായ് എല്ലാവരും ഇവിടെ, ഞാനാണ് ചെന്നിട്ട് പ്രസന്റ് ഒക്കെ എടുക്കണേ. എല്ലാവരും ഉണ്ടല്ലേ, എന്നിട്ട് നമ്മുടെ ബുക്ക് അവിടെ വെച്ചിട്ട് പോരുകയാണ് പ്രാക്ടീസിന്. മായ എവിടെ ആ സ്റ്റേജിൽ അവിടെ എപ്പോ നോക്കിയാലും. പക്ഷെ അതിന്റെ ഗുണൊക്കെ ഉണ്ടായി. അതായത് നമ്മള് ശരിക്കും 5 കൊല്ലം കോളേജ് ലൈഫ് എൻജോയ് ചെയ്തു. വിമൻസ് കോളേജാണ്, എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ പക്ഷെ ഇതാണ് നമ്മുടെ എൻജോയ്മെന്റ്. ബാഡ്മിന്റൺ ആയാലും എന്താ പറയാ ക്യാരംസ് ആയാലും ചെസ് ആയാലും, ഇപ്പുറത്താണെങ്കിൽ നൃത്തങ്ങള് മുഴുവൻ പ്രാക്ടീസ്, അങ്ങനെ അടിച്ചു പൊളിച്ചു. അതിനൊരു 5 വർഷത്തെ സമഗ്ര സംഭാവന ആകെ കിട്ടിക്കുന്ന ഒരാളാണ് സെന്റ് ജോസഫിന്. അപ്പൊ അതും അതേ ഞാൻ പറയണേ, എനിക്ക് ഭാഗ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കണത് പൊതുവെ. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എന്താണ് എനിക്ക് ഭാഗ്യക്കുറവ്? അതായത് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതൊക്കെ ദൈവം തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് അത്യാഗ്രഹമില്ല. ഐ എം വെരി കണ്ടന്റ് വിത്ത് വാട്ട് ഐ ഹാവ്. അതാണ് ഏറ്റവും നമ്മുടെ സന്തോഷം. അതായത് എന്ത് വന്നാലും, ഇപ്പൊ വിഷമം വന്നാലും എന്താ പറയാ എന്തൊരു അസുഖം വന്നാലും എല്ലാം ഞാനൊന്ന് ഇരുന്ന് ചിന്തിക്കും. എന്തെങ്കിലും പഠിപ്പിക്കാനാവും വന്നിക്കണത്. നമ്മളതങ്ങ് എൻജോയ് ചെയ്യാ. അപ്പൊ ഞാൻ ആലോചിക്കുക, ഞാൻ ഇങ്ങനെ ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ മനോഹരമായിട്ട് ചെയ്യാം. ആൾക്കാര് കേട്ടിട്ടുണ്ടെങ്കിൽ എന്നെ വടിയെടുത്ത് അടിക്കും. കാരണം വയ്യാണ്ടൊക്കെ കിടക്കുമ്പോ വേദനയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ പെട്ടെന്ന് വരുമ്പോ നമ്മള് തളർന്നു പോണ സമയത്ത് ഞാൻ ആലോചിക്കും, ആഹാ ഓഹോ അപ്പൊ ഇങ്ങനെ എത്രത്തോളം വേദന ആക്ച്വലി അങ്ങനെയല്ലേ ഷേക്സ്പിയർ പറഞ്ഞേ, ഓൾ വേൾഡ് ഇസ് എ സ്റ്റേജ് വെയർ ഓൾ മെൻ ആൻഡ് വിമൻ ആർ മിയർ പ്ലേയേഴ്സ് ആൻഡ് വി ആർ ഡൂയിങ് അവർ സ്പെസിഫിക് റോൾസ് ആൻഡ് ഗോയിങ് ബാക്ക് അല്ലേ ആഫ്റ്റർ ഫിനിഷിംഗ് ദ റോൾ. അപ്പൊ അതുപോലെ ഞാൻ എന്റെ റോഡ് ഭംഗിയൊക്കെ നോക്കണം. അത് ഓൺ സ്ക്രീൻ ആണെങ്കിൽ അതങ്ങനെ, ഓഫ് സ്ക്രീൻ ആണെങ്കിലും അങ്ങനെ. അതെ. ഈ 2017 എബി എന്ന് പറഞ്ഞ രണ്ടാമത്തെ സിനിമ 2016 17 ശരി. എബി എന്നൊരു സിനിമ, അത് വിനീത് ശ്രീനിവാസനായിരുന്നു കാസ്റ്റ് മെയിനായിട്ട്. ഒരു ഡിസേബിൾഡ് പേഴ്സന്റെ ഒരു യാത്ര, സ്വപ്നത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു അതിന്റെ കണ്ടത്. ഡിസേബിൾഡ് അല്ല, ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആണ്. ഒരു ഡിഫറെന്റ് ഏബിൾഡ് പേഴ്സന്റെ ഒരു സ്വപ്നത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. അതെ അതെ, അതിബുദ്ധിയാണ് അങ്ങനത്തെ ആളുകൾക്ക്. കാരണം ചില സ്പെസിഫിക് കാര്യങ്ങളിലായിരിക്കും അവരുടെ. അതൊരു ജീരാമ എന്നൊരു കഥാപാത്രമായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്കിടയിൽ ഇപ്പോഴും ഒരുപാട് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ട്. അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ചുറ്റും എബികളുണ്ട്. പക്ഷെ ആ എബിക്ക് അനുസരിച്ച് ജീനാവന്മാര് ഉണ്ടോ നമുക്ക് സംശയമാണ്. അതായത് അതിലൊരു തനി നാടൻ സ്ത്രീയാണ് ജീനാമ എന്ന് പറയുന്നത്. തനി നമ്മൾ പറയില്ലേ, എന്താ പറയാ,
ഈ കുടിയേറ്റ ഗ്രാമങ്ങളിലൊക്കെ തനി വെയിലൊക്കെ കൊണ്ട് ജോലി എടുത്ത് വീട്ടിലെ ജോലിയൊക്കെ നോക്കുന്ന എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിസ്ത്യൻ ഭയങ്കര ഒരു ഏബിൾ ലേഡി. അവർക്ക് ഒരു മകള്, അയൽപക്കത്ത് ഇങ്ങനെ ഒരു കുട്ടി. ആ കുട്ടിയെ അവർക്ക് ഉള്ളിൽ ഇഷ്ടമുണ്ട്, കാരണം കുട്ടിക്കാലം തൊട്ട് അവനെ കാണുന്നതാണ് അവന്റെ. പക്ഷേ ഈ മകൾക്ക് അവനോട് പ്രേമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ ഭർത്താവിന്റെ ഒപ്പം നിൽക്കാണ്ട് വയ്യല്ലോ. പക്ഷെ അവർക്ക് ഉള്ളില് സോഫ്റ്റ് കോർണർ ഉണ്ട് ഇവനോട്. ഇവൻ ഒരു കാലത്ത് നന്നാവുന്ന അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ഏറ്റവും എന്നെ ആകർഷിച്ചത് ഇത് ഓഡിഷൻ ത്രൂ ആണ് ഞാൻ സെലക്ടഡ് ആവുന്നത്. കാരണം എൻ്റെ കാര്യങ്ങളൊന്നും ആദ്യത്തെ ഈ തിരിച്ചുവരവില് ഓഡിഷൻ ത്രൂ ആണ് എവി ആയാലും മാറഡോണ ആയാലും സെലക്ടഡ് ആയത്. അപ്പം മാറഡോണയുടെ അപ്പം അത് ഞാൻ പറയാം. അപ്പൊ ഈ എബിയുടെ ഇതിലെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന സാധാരണ ഒരു ഗ്രാമീണ നല്ല ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവര് കോഴിയൊക്കെ വളർത്തി മുട്ടയൊക്കെ വിറ്റും പാല് എന്താ പറയാ ആടിനെ, ഇത് ഒരു തനി ഗ്രാമീണ സ്ത്രീ. പക്ഷേ അവര് ഭയങ്കര റഫ് ആൻഡ് ടഫായിട്ട് പുറത്ത് കാണിച്ചാലും ഉള്ളു ഭയങ്കര കാരുണ്യമുള്ള സ്ത്രീയാ. അവര് അപ്പുറത്ത് ഭർത്താവിന്റെ അടി കൊണ്ട് ഉപദ്രവമൊക്കെ സഹിച്ച് ഇതുപോലെ ഒരു മോനെ വളർത്തിക്കൊണ്ട് വരാൻ നോക്കുന്ന ആ സ്ത്രീയെ ഇപ്പോൾ മെന്റലി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ഫിനാൻഷ്യലി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചു പോലും കിട്ടുന്ന പ്രതീക്ഷിക്കാതെ പൈസ, അവർക്ക് കിട്ടുന്ന പൈസ അത് അവരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായ കഥാപാത്രം. കാരണം അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഞാനും. ആണ് റിയൽ ലൈഫിലും അങ്ങനെയാണ്. കാരണം ഞാൻ സ്ത്രീകളെ ശാക്തീകരിക്കാൻ താല്പര്യപ്പെടുന്ന, അതിന് ഒരു ജാതി മതവും ഇല്ല. സ്ത്രീ ആയിരിക്കുക, അവർ എന്തെങ്കിലും സ്ത്രീ ആയിരിക്കാന്നല്ലോ മനുഷ്യരെ പൊതുവെ, പക്ഷെ സ്ത്രീകളാണ് കുറച്ച് കൂടുതൽ അനുഭവിക്കണതെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ അതുകൊണ്ട് അവരെ സഹായിക്കാനും ഒക്കെ താല്പര്യപ്പെടുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ ആ കഥാപാത്രം എനിക്ക് നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റി. അതെ. ആ ഒരു ക്യാരക്ടർ കൈകിട്ടിയപ്പോ എന്തായിരുന്നു മാമിന് ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നത്? ഇല്ല, അത് നമ്മൾക്ക് പറഞ്ഞു തരാനായിട്ട് അതിന്റെ ഡയറക്ടർ വളരെ എന്താ പറയാ, കഥ പറയുന്ന പോലെ വളരെ നമുക്ക് പറഞ്ഞു തരുമ്പോ തന്നെ നമ്മൾ ഇമാജിൻ ചെയ്യും. എപ്പോഴും ഞാൻ കഥ കേൾക്കും ആദ്യം, എന്നിട്ട് ഞാൻ പൈസക്ക് വേണ്ടി സിനിമ എടുക്കുന്ന ആളല്ല. കഥ കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ കഥാപാത്രം എങ്ങനെ പോവും. അതിന്റെ സ്പേസിൽ സ്ക്രീൻ സ്പേസ് അല്ലാട്ടോ ഞാൻ നോക്കാറ്. എത്ര ചെറിയ സ്ക്രീൻ സ്പേസ് ആണ്, ഞാൻ അത് ചെയ്താൽ അത് എങ്ങനെയാ അത് എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് കൺവിൻസിങ് ആണെങ്കിൽ അത് ഓഡിയൻസിന് കൺവിൻസ് ചെയ്യിക്കാൻ എനിക്ക് പറ്റും. എനിക്ക് കൺവിൻസിങ് അല്ലെങ്കിൽ ഞാനത് പൈസക്ക് വേണ്ടി എടുത്താൽ ഞാൻ തന്നെ വിഡ്ഢിയാവും. നിങ്ങൾ എന്നെ ഇടിക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ നല്ല ഇടിക്കും ചെയ്യും. അല്ലാതെ അതിന് താല്പര്യമില്ല എനിക്ക്. അപ്പോ ജെനുവിൻ ആയിട്ടുള്ള എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കഥാപാത്രങ്ങള് ഞാൻ തീർച്ചയായിട്ടും എടുക്കാം. അത് അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു അത്. കാരണം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. തീർച്ചയായിട്ടും. കാരണം ആ സ്ത്രീ ഒരുപാട് സങ്കടങ്ങളും ഇതൊക്കെ ആയിട്ട് പറയുമ്പോ ഇവര് പൈസയൊക്കെ കൊണ്ടു കൊടുക്കും. എന്നിട്ട് ആ സ്ത്രീയോട് പറയാ, അപ്പൊ നീ വച്ചോ, ഇത് കൂടുതലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നീ വച്ചോ. അപ്പൊ ആ വച്ചോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവർ തിരിച്ചു തടന്നു പോലും ഇവർ പ്രതീക്ഷിക്കുന്നില്ല. ഷീസ് ഹെൽപ്പിംഗ് ജെനുവിൻലി. ഭർത്താവ് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. നല്ല ഇതുണ്ട്. പക്ഷെ ഈ ഭർത്താവിന്റെ ഒരു സ്വഭാവം കാരണം നമുക്ക് പറയുമല്ലോ, ഒപ്പം നിൽക്കണ്ടേ നമ്മള്. സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ബന്ധം ഏറ്റെടുക്കുമ്പോൾ നമ്മള് അതിനൊപ്പം നിൽക്കുകയും വേണം. അതെ അതെ. പക്ഷേ എന്നാ അങ്ങേരുടെ എല്ലാ കാര്യങ്ങളോടും താല്പര്യം ഇതില്ല. ആള് ചെയ്യണ ക്രൂരതകൾക്കോ അല്ലെങ്കിൽ തെറ്റുകൾക്കൊന്നും ഒപ്പം നിൽക്കുന്ന ആളല്ല. അങ്ങനെ ഒരു കഥാപാത്രം. അത് ഓഡിഷൻ ത്രൂ ആണ്. ഇങ്ങനെ ഞാൻ എന്താ പറയാ, നല്ല തടിയുണ്ടായിരുന്നു. അപ്പൊ ഇതിലും നല്ല തടിയുണ്ടായിരുന്നു. അപ്പൊ ദുബായിന്ന് വന്നിട്ടുള്ളൂ. അപ്പൊ ആ ഒരു തടിയില് നമുക്ക് കിട്ടിയത് അമ്മ കഥാപാത്രമാണ്. അത് ഏറ്റവും ചെയ്തെന്താന്ന് വെച്ചാൽ എനിക്ക് പിന്നെ ആ അമ്മ കഥാപാത്രം തുടർച്ചയായിട്ട് എടുക്കണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നല്ല ഡയറക്ടേഴ്സ്, നല്ല കഥ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ റോള് നോക്കുന്നില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മളെ വല്ലാണ്ട് ഡൾ മേക്കപ്പും റിങ്കിൾസും നരയൊക്കെ ഇട്ടിട്ടാണ് അവർ ആദ്യമേ പ്രസന്റ് ചെയ്തത്. അപ്പൊ ആൾക്കാർക്ക് കിട്ടുന്ന ഇവിടെ മലയാള സിനിമയിൽ ഒരു പ്രശ്നമുണ്ട്, സ്ത്രീകൾക്ക് മാത്രം കേട്ടോ, പുരുഷന്മാരെ എനിക്കറിയില്ല, അങ്ങനെ തോന്നിയിട്ടില്ല.
സ്ത്രീകൾക്ക് ഒരു കഥാപാത്രം കിട്ടിയ ഒരു സ്റ്റീരിയോ ടൈപ്ഡ് ആയിപ്പോവും. Continuous ആയിട്ട് ആ ഒരു അങ്ങനെ ഇപ്പൊ അമ്മയെ കൊടുക്കണ വെച്ചാൽ അമ്മ ഏത് പ്രായത്തിലുള്ള അമ്മയാ ആ അമ്മ കഥാപാത്രത്തിനാണ് നമ്മളെ വിളിക്കുക. ശരി, നമ്മുടെ KPS ലളിത സുകുമാരി അമ്മ ഒക്കെ നമ്മൾ കണ്ടു. പക്ഷെ KPS ലളിത അമ്മ പിന്നെ സുകുമാരി അമ്മയൊക്കെ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അവര് വെറൈറ്റി ഓഫ് അമ്മാസ് ചെയ്തിട്ടുണ്ട്. അതെ. അമ്മയാണെങ്കിലും ചെറുപ്പം അമ്മയും ചെയ്തിട്ടുണ്ട്, തമാശക്കാരി അമ്മ ചെയ്തിട്ടുണ്ട്, ഭീകരി അമ്മ ചെയ്തിട്ടുണ്ട്, എല്ലാം പോവും. ആ വില്ലത്തിയായിട്ട് അങ്ങനെ തരൂ. ഞാൻ പറയണേ നമ്മുടെ പ്രായത്തിനനുസരിച്ചോ അല്ലെങ്കിൽ അതിന് അല്ലാത്ത ചിലരിങ്ങനെ കളിയാക്കി പറയുമല്ലോ നായിക അല്ലല്ല, നായിക എന്നല്ല, കഥാപാത്രം, അതെ. സ്ട്രെങ്ത് ഉള്ള കഥാപാത്രം, നമുക്ക് എന്തെങ്കിലും കൺവേ ചെയ്യാനുള്ള കഥാപാത്രം, നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ള കഥാപാത്രം, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനൊരു വെറൈറ്റി വേണം, വ്യത്യസ്തത വേണം. അതെ. അപ്പൊ മറഡോണയും ഇതുപോലെ ഓഡീഷൻ ആയിട്ടാണ് കിട്ടിയത്. പക്ഷെ മറഡോണ കഴിഞ്ഞിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം അതിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിരുന്നില്ല. അപ്പൊ അവര് എന്റെ ഒരു ഓഡീഷൻ എടുത്തപ്പോ ഓൺ ദ സ്പോട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളായിട്ട്, ദേഷ്യപ്പെടുന്ന ഒരു അമ്മയായിട്ട് അങ്ങനെ. അപ്പൊ ആ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ഞാൻ അടിക്കാൻ പോയിട്ട് അങ്ങനെ ഒരു പേടിച്ച് വൈശ്വരത് ശരിക്കും ചേച്ചി അടിക്കാൻ. അപ്പൊ അല്ല അത് കഴിഞ്ഞു, അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യാ. പക്ഷെ വിളി വന്നത് ആദ്യം മായാനദിക്കാണ്. അപ്പൊ ഞാനല്ലേച്ച് ഇവർക്കൊക്കെ എങ്ങനെ എന്നെ അറിയണം, ഞാൻ ഈ എബി മാത്രമല്ല ചെയ്തിട്ടുള്ളൂ, എങ്ങനെ അല്ല മറ്റത് പിന്നെ കുറെ കാലം മുമ്പുള്ള അതൊന്നും ആരും ശ്രദ്ധിക്കാൻ പോണില്ല. അവിടെ ചെന്നപ്പോഴാണ് അറിയണത് ഈ മറഡോണയുടെ സെറ്റ് അങ്ങനെ തന്നെ അവിടെയാ സെയിമാ. ആ ഈവൺ എന്റെ ഹെയർ ഡ്രസ്സർ വരെ സെയിം ആയിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എങ്ങനെയാണത്. അവർക്ക് കാണിച്ചിട്ടുണ്ട്, ഓഡിഷന്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടാവും. അതെ. ഇപ്പൊ മാം 2002 ശ്രീനിവാസൻ സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടായി 2000 സിനിമയില്, നമ്മുടെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് സിനിമയിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായി. തിരിച്ച് ഒരു കംബാക്ക് എന്ന് പറയുന്നത് മകന്റെ കൂടെയാണ്, വിനീത് ശ്രീനിവാസന്റെ കൂടെ. എങ്ങനെയുണ്ടായിരുന്നു അവരുടെ രണ്ടുപേരുടെ ഒപ്പം ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അവരോടുള്ള അധികം കോംബോ സീൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ റിയൽ ലൈഫിൽ അവർ ഭയങ്കര ജെനുവിനാണ് രണ്ടുപേരും. ശ്രീനിവാസൻ അങ്കിൾ ഞാൻ ഭയങ്കര ബഹുമാനിക്കുന്ന ഒരാളാണ്. ഞാൻ ആകെ പറയാൻ പാടും, ഞാൻ ആകെ ഒരാൾ മരിച്ചിട്ട് അദ്ദേഹത്തെ കാണണം എന്ന് എനിക്ക് തോന്നിയത് ശ്രീനിവാസൻ സാറിനെയാണ്. ഞാൻ അവിടെ പോയി കണ്ടു. ഞാൻ വീട്ടിൽ പോയി ശാന്തമായിട്ട് ഒരു തെക്കും തിരക്കൊന്നും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. കാരണം ഞാൻ ക്യാമറയിൽ വിടാൻ പോയതല്ല, എനിക്ക് അദ്ദേഹത്തിനെ ഒന്ന് കണ്ട് കാല് തൊട്ട് റയിൽ വെക്കണം എന്നുണ്ടായിരുന്നു, ആ അമ്മയെ ഒന്ന് സമാധാനിപ്പിക്കണം എന്നുണ്ടായിരുന്നു. ഇത് രണ്ടും ചെയ്തു. ഞാൻ കൂളായിട്ട് തിരിച്ചു പോന്നു. എനിക്കത് ഭയങ്കര ഒരു സമാധാനം തന്നൊരു, കാരണം നമുക്ക് ഇനി കാണാൻ പറ്റില്ലല്ലോ. ഞാൻ ലവ് ആക്ഷൻ ഡ്രാമയില് അദ്ദേഹത്തിന്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ കോംബോ സീൻസ് ഒന്നും അധികം ഇല്ല എന്ന് തന്നെ പറയാം. മറ്റേ ലോങ് ഷോട്ടിലൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ റിയൽ ലൈഫ് കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഒരുമിച്ച് അങ്ങനെ അഭിനയിച്ചിട്ടില്ല. അപ്പൊ എനിക്കതൊരു, അദ്ദേഹം ഭയങ്കര ജെനുവിനാണ്. ഉള്ള കാര്യം എനിക്കിങ്ങനെ ഉള്ള കാര്യം അതുപോലെ പറയുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ യെസ്, അതായത് ജെനുവിൻ ആയിരിക്കണം. ജെനുവിൻ വൈബുള്ളവരെ എനിക്ക് ഇരിക്കാൻ പോലും പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമുക്ക് അല്ലെങ്കിൽ ഞാൻ ഒരു ഇന്റർവ്യൂ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ആ ഇന്റർവ്യൂ പുറത്തു വിടരുത്, കാരണം എനിക്ക് ഐ വാസ് സഫോക്കേറ്റിംഗ്. അപ്പോ ഞാനത് പറഞ്ഞു ആ ഇന്റർവ്യൂ പുറത്തു വിടരുത്, കാരണം ഐ വാസ് നോട്ട് കംഫർട്ടബിൾ വൈൽ ഡൂയിങ് ദാറ്റ്. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അതായത് എനിക്ക് പ്രശസ്തിക്ക് വേണ്ടിയോ എന്റെ മുഖം എന്റെ തല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ഞാൻ കുട്ടിക്കാലം തൊട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാ. ഈ നടിയായിട്ട് വെൽ ഡ്രസ്ഡ് ആയതല്ല. അതെന്റെ കൂട്ടുകാരോട്, 1ാം ക്ലാസ് തൊട്ടുള്ള കൂട്ടുകാരോട് ചോദിച്ചാൽ അറിയാം. അതെന്താ വെച്ചാൽ എന്റെ അമ്മയും ചിറ്റയും വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് ഞാൻ കണ്ടക്കണത്. സ്കൂളിലേക്ക് പോകുമ്പോൾ ഏറ്റവും നീറ്റ് ഡ്രസ്സിങ്, എലഗന്റ് ഡ്രസ്സിങ്, പിന്നെന്താ നല്ല എന്താ പറയുക ഭംഗിയിലേ നടക്കുള്ളൂ. അപ്പൊ അത് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിന്റെയും സെൽഫ് ലവിന്റെയും ഭാഗമായിട്ട് ഞാൻ കരുതി. അപ്പോ ഞാൻ ഈ പറഞ്ഞു വന്നതെന്നൊക്കെ മാറിപ്പോവാണ്. ശ്രീനിവാസൻ സാറിന് ഭയങ്കര റെസ്പെക്റ്റ് ആണ് എനിക്ക്. കാരണം സ്ട്രേറ്റ് ഫോർവേഡ് പീപ്പിളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞോളൂ, കാര്യത്തിന് നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞാൽ ഐ വിൽ റെസ്പെക്ട് യു. പക്ഷെ ഈ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചിലര് ശരിക്കും ചിലര് പിന്നീന്ന് സ്റ്റാബ് ചെയ്യും കൂടെ നിന്നിട്ട്. യെസ്, അത് ഭയങ്കര സങ്കടം. കാരണം എനിക്കത് അക്സെപ്റ്റബിൾ അല്ല. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഇഷ്ടം പോലെ നമ്മളെപ്പോഴും സ്വന്തം എന്ന് വിചാരിച്ച് ചേർത്ത് വെക്കുന്നവരാ നമ്മളെ ചതിക്കുക. അതേസമയം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത എത്രയോ നല്ല മനുഷ്യര്, എന്നെ കാണാത്തവര് പോലും എന്റെ ബുദ്ധിമുട്ടുകളിൽ, എന്റെ അമ്മയ്ക്ക് വയ്യാണ്ടായിരുന്ന സമയത്തൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അത്ഭുതം തോന്നിയിട്ട്, കാരണം
നമ്മളെപ്പോഴും വിചാരിക്കുക നമ്മുടെ സ്വന്തം ആളുകള് ഞാൻ ചേർത്ത് നിർത്തി, ഞാൻ അവരെ എങ്ങനെയാ കരുതിയത്, ഞാൻ അവർക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്ത്, അവരൊക്കെ നമുക്ക് ഉണ്ടാവുന്ന ഒരിക്കലും അല്ല. ദൈവം നമ്മൾക്ക് സഹായത്തിന് അയക്കുന്നത് ഒരു ഭയങ്കര ഡിഫറെന്റ് ആൻഡ് എന്താ പറയാ യുണീക്ക് പീപ്പിളിനെ അയക്കുക. ഈ ഒപ്പമുള്ളവരൊന്നും ആയിരിക്കില്ല ചിലപ്പോ. അത് ഈ നിമിഷം വരെ എനിക്കത് അനുഭവമാണ്. താഴ്ച വരുമ്പോഴാണ് നമ്മൾ അറിയുള്ളൂ. കറക്റ്റ് ആണത്. അത് പിന്നെ ഞാൻ ഒരിക്കലും നുണ പറഞ്ഞുകൊണ്ട് ഒരു ബന്ധങ്ങളും കീപ്പ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിട്ട് തന്നെയാ, സത്യം പറഞ്ഞിട്ട് തന്നെയാണ്. ഇപ്പോ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് എന്താണെന്ന് വ്യക്തമായിട്ട് അവരോട് പറയും. കാരണം എന്നിട്ട് എൻ്റെ ഫുൾ അഡ്രസ്സ്, എൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കും. കാരണം ഞാൻ പറ്റിക്കാൻ വേണ്ടിയല്ല അത് ഒരു കാര്യത്തിനും. ചില സമയത്ത് നമ്മൾ സഹായത്തിന് തന്നെയാണ്. അത് മനുഷ്യന്റെ അവസ്ഥയാണ്. ഞാൻ എന്താ പറയാ ഭയങ്കര പോഷ് ലൈഫും കണ്ടിട്ടുണ്ട്, മിഡിൽ ക്ലാസ് ലൈഫും കണ്ടിട്ടുണ്ട്, ഭയങ്കര ഫിനാൻഷ്യലി ടൈറ്റ് ആയിട്ടുള്ള സമയവും കണ്ടിട്ടുണ്ട്. കാരണം നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ ഒക്കെ വരുന്ന സമയത്താണ്, അമ്മയ്ക്കൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഒരുപാട്, കാരണം നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. കാരണം എനിക്ക് എൻ്റെ അമ്മ വാസ് മൈ പ്രയോറിറ്റി ആൻഡ് ഓൾവേസ് മൈ പ്രയോറിറ്റി. അപ്പോൾ അമ്മ സോൾമേറ്റ് പോലെയായിരുന്നു. സോൾമേറ്റ് പോലെയല്ല, സോൾമേറ്റ് ആണ്. ഷീ സ്റ്റിൽ വിത്ത് മീ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അമ്മയുടെ ട്രീറ്റ്മെന്റിനൊക്കെ ഓടി നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലെ പൈസയൊക്കെ ഇങ്ങനെ പോവുകയാണ്. അന്ന് ഈ പല കാര്യങ്ങളും നമ്മൾ അനുഭവത്തിൽ കൂടെയാണ് പഠിക്കുക. ഒരു ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഒക്കെ വരുമ്പോഴാണ്, അന്നാണ് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ധൈര്യമൊക്കെ വരുന്നതും ഒക്കെ ഞാൻ മനസ്സിലാക്കിയതും നേരിട്ടതും പഠിച്ചതും. അപ്പോഴാണ് ഏതാണ് നമ്മുടെ സുഹൃത്ത്, ഏതാണ് നമ്മുടെ സുഹൃത്ത് അല്ലാത്തത്, ആരാണ് നമുക്ക് പിന്നിൽ നിന്ന് കുത്തുന്നത്, ഇതൊക്കെ പഠിച്ച സമയങ്ങളുണ്ട്. എൻ്റെ എല്ലാ സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കളാണ്. അവർക്കൊക്കെ ഞാൻ എന്നും ബ്ലെസ്സിങ്സ് ആൻഡ് പ്രേയേഴ്സ് ആണ്. കാരണം നമുക്ക് നല്ല സുഹൃത്തുക്കളാണ് എന്നും ഉണ്ടാവുക. ബാക്കിയുള്ള ഒരു ബന്ധവും നിലനിൽക്കില്ല. അതുകൊണ്ടാണ് എനിക്ക് ലവിനേക്കാൾ മുകളിലാണ് ഫ്രണ്ട്ഷിപ്പ്. കാരണം ലവിൽ അപ്പോഴേക്കും ഒരു സെൽഫിഷ്നെസ് വരും, എന്താ പറയാ നമുക്കൊരു പോസസീവ്നെസ് വരും, നമ്മളെല്ലാം ഉണ്ടാവും. പക്ഷെ ഫ്രണ്ട്ഷിപ്പിൽ നോക്കൂ, നമ്മളെപ്പോഴും നമ്മുടെ ഫ്രണ്ടിനെ എപ്പോഴും നന്നാവാനല്ലേ ആഗ്രഹിക്കുക. ഫ്രണ്ട്സിന് വേണ്ടി എന്ത് ചെയ്യാൻ നമ്മളോടും. അവരും അതെ, നമ്മുടെ വെൽ വിഷേഴ്സ് ആണ് ശരിക്കുള്ള ജെന്യുവിൻ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അത് കിട്ടാനും ഭാഗ്യം ചെയ്യണം, അത് വേറെ കഥ. അപ്പോ നമ്മളെപ്പോഴും ഫ്രണ്ട്സിനെ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യണം.